ഹലോ. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു കപ്പ കഴിക്കാൻ. അങ്ങനെ ഓൺലൈനിൽ കപ്പ ബുക്ക് ചെയ്തു. കപ്പ കയ്യിൽ കിട്ടിയപ്പോൾ കറുത്തിരിക്കുന്നു. ആകെ ഒരു ചെറിയ കഷ്ണം കപ്പ എന്തായാലും കളയാൻ ഞാൻ ഒരുക്കമല്ല. ഇന്ന് ഇതുകൊണ്ട് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ, നാട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പ എല്ലാ ഞായറാഴ്ചയും കപ്പയും ബീഫ് വാങ്ങിയിട്ട് വരും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിലും ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ കപ്പയും ബീഫും തന്നെയായിരിക്കും. അരക്കിലോ ഇറച്ചിയൊക്കെ മേടിക്കാറുള്ളൂ. പക്ഷേ അമ്മയത് മുളകും മല്ലി മസാലയൊക്കെ ചേർത്ത് കറി വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എൻ്റെ അപ്പായിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് തന്നെയാണ് കേട്ടോ. അത് ഉലർത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പ കുറച്ച് ഏറെ ചോറ് കഴിക്കും. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മായിയച്ഛനും കൂടുതൽ ഇഷ്ടം കപ്പയും മീനും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെയും മിക്കവാറും ദിവസങ്ങളിലും കപ്പയും മീനും ഒക്കെ തന്നെയായിരുന്നു. ഹസ്ബൻഡിന് കൂടുതൽ ഇഷ്ടം ബീഫിനോടായതുകൊണ്ട് പുള്ളിക്കാരനും പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് നല്ല ബീഫും കപ്പയൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ വാങ്ങിയിട്ട് വരും കേട്ടോ. അന്ന് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കും. പക്ഷേ നാട്ടിലെ ആ ടേസ്റ്റൊന്നും ഇവിടെ കിട്ടില്ല. നമ്മൾ എത്ര നന്നായിട്ട് വെച്ചെന്ന് പറഞ്ഞാലും നാട്ടിലെ ആ കപ്പ ബിരിയാണിയുടെ സ്വാദൊന്നും ഇവിടെ കിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബീഫിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ കപ്പ ബിരിയാണി കഴിക്കാൻ പോവാം.